ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വിശുദ്ധ പ്രഭാതം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വചന ധ്യാനമെന്ന പ്രോഗ്രാമെന്നുമായി കടന്നു വരുവാൻ സ്വർഗ്ഗസ്ഥനായ ദൈവം അടിയനെ സഹായിച്ച കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ദൈവനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കൊരു പാട്ടിൻ്റെ ഒരു ചരണം പാടി ദിവസത്തിൽ എടുത്തു വരാം. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഭാരമുള്ളിൽ നേരിടും നേരമെന്ന് താങ്ങിടും, സാരമില്ലെന്നോതി തൻ്റെ മാർവിൽ എന്നെ ചേർത്തിടും, സാരമില്ലെന്നോതി തൻ്റെ മാർവിൽ എന്നെ ചേർത്തിടും. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ആമേൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഇന്നത്തെ വചന ധ്യാനത്തെ നമുക്കൊരു വാക്യം വായിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. എത്ര നല്ല വചനമാണ് ദൈവം നമുക്ക് തന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണെന്ന്. ഹല്ലേലൂയ. ഇത് നമ്മൾക്കറിയാം. ഹല്ലേലൂയ. അബ്രഹാമിനെ ആമേൻ ഊരിൽ നിന്ന് വിളിച്ചിറക്കി, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തെ കടന്നു പോകുക എന്നുള്ള വാഗ്ദത്ത വചനം കേട്ട് ആമേൻ ദൈവം പറഞ്ഞില്ല നീ എവിടേക്കാണ് പോകേണ്ടതെന്ന്, ഒന്നും പറഞ്ഞില്ല. ഞാൻ കാണിപ്പാൻ്റെ ദേശത്ത് കടന്നു പോയിക്കൊള്ളുക, നിൻ്റെ ചാർച്ചക്കാരെ ബന്ധുമെല്ലാം വിട്ട് നീ ഇറങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞ് ആ ദൈവശബ്ദം കേട്ട് അബ്രഹാം പിന്നെ മറ്റൊന്നും ചിന്തിച്ചില്ല. എവിടേക്കാണോ എങ്ങനെയാണോ എന്ത് കൊണ്ടുപോകണോ ഒന്നും ചിന്തിക്കാതെ ഹല്ലേലൂയ അബ്രഹാം തൻ്റെ ദാസിയുമായി അവിടെ നിന്ന് ഇറങ്ങുവാനിടയായി. ഹല്ലേലൂയ. അങ്ങനെ സഞ്ചരിച്ച് കൂടാരമടിച്ച് ഇങ്ങനെ പാർത്ത് വരുമ്പോൾ ആമേൻ കർത്താവ് ഹല്ലേലൂയ അബ്രഹാമിന് മുമ്പിൽ വലിയ വഴിവാതിലുകൾ തുറന്നു കൊടുക്കുന്നു. അങ്ങനെ അബ്രഹാമിന് തൻ്റെ സഹോദരൻ്റെ പുത്രനായ ഹല്ലേലൂയ ലോത്തിനെ കൂടെ കൂട്ടുവാനിടയായി. അങ്ങനെ ലോത്തും അബ്രഹാം കൂടി അങ്ങനെ കടന്നു പോകുമ്പോൾ ആമേൻ ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശമെന്ന് പറഞ്ഞ ദൈവം പറഞ്ഞ അബ്രഹാമെ നീ തല ഉയർത്തി നോക്കി, നിൻ്റെ കണ്ണെത്തുന്ന ദേശമൊക്കെ നിനക്ക് അവകാശമായി തരുമെന്ന്. അങ്ങനെ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു വലിയൊരു ജാതിയാക്കുന്നതാണ്. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ആമേൻ നിർണയപ്രകാരം വിളിച്ച സകല നന്മയ്ക്ക് കൂടി വ്യാപരിയ കർത്താവിൻ്റെ വചനം പറയുന്ന നാം ദൈവത്തിൽ ആശ്രയിച്ചായിരിക്കുമ്പോൾ ദൈവം നമ്മെ നന്മയ്ക്കായി തന്നെ ചെയ്യും. നമുക്കറിയാമല്ലോ, അബ്രഹാമിനൊരു തലമുറയില്ലായിരുന്നു. അബ്രഹാമിനെ യേശു കർത്താവ് വിളിച്ചിറക്കുന്നത് ഹല്ലേലൂയ 75-ാമത്തെ വയസ്സിലാണ്. 25 വർഷം കാത്തിരുന്നതിന് ശേഷമാണ് ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് ആ നന്മ പ്രാപിക്കാൻ, ദൈവം പറഞ്ഞ നന്മ പ്രാപിക്കുവാൻ 25 വർഷക്കാലം അബ്രഹാം കാത്തിരുന്നു. അബ്രഹാമിൻ്റെ 90-ാമത്തെ വയസ്സിൽ 99 വയസ്സ് കഴിഞ്ഞപ്പോൾ അബ്രഹാമിനൊരു തലമുറ ജനിച്ചു. ഹല്ലേലൂയ. അതായത് വാഗ്ദത്ത സന്തതി സാറായിൽ ജനിച്ചത്, അതാണ് ഹല്ലേലൂയ ഇസഹാക്ക്. ഹല്ലേലൂയ, ആമേൻ. ആ ഇസഹാക്കിനെ ഒരിക്കൽ ദൈവം പറഞ്ഞു നീ മോറിയ മലയിൽ കൊണ്ട് യാഗം കഴിക്കണമെന്ന്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ആമേൻ ദൈവം പറയുന്നത് അനുസരിക്കുന്ന ആ അബ്രഹാമിന് വേണ്ടിയിട്ട് അബ്രഹാം ആരോട് ഒന്നും പറഞ്ഞില്ല. ഈവൻ സാറയോട് പോലും പറഞ്ഞില്ല ഞാൻ ഇസഹാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോകണമെന്ന്. ആമേൻ. ഹല്ലേലൂയ. കൊണ്ടുപോയി ആമേൻ യാഗത്തിന് വേണ്ടി ഹല്ലേലൂയ അങ്ങനെ മല കയറുമ്പോൾ ആമേൻ വിറകൊണ്ട് തീയുണ്ട് കത്തിയുണ്ട്. കുഞ്ഞ് ചോദിക്കണം, അപ്പാ വിറകൊണ്ട് തീയുണ്ട് കത്തിയുണ്ടല്ലോ, യാഗത്തിലുള്ള മൃഗമെൻ്റെ? ഇസഹാക്കിന് നന്നായിട്ട് അറിയാം പിതാവ് എപ്പോഴും ദൈവത്തിന് വേണ്ടി യാഗം കഴിക്കുന്നതാണ്. അപ്പം യാഗത്തിന് യാഗവസ്തുക്കൾ എന്തൊക്കെയാണ് ആവശ്യമെന്ന് ഇസഹാക്കിന് നന്നായിട്ട് അറിയാം. അപ്പോൾ പിതാവ് പറഞ്ഞ മകനെ ദൈവം കരുതിക്കൊള്ളും, യഹോവ കരുതിക്കൊള്ളും, യഹോവയിരെ. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞ് മല കയറി ചെന്ന് അബ്രഹാം എന്ത് ചെയ്യുന്നറിയാമോ? ഈ കുഞ്ഞിനെ ആമേൻ ഹല്ലേലൂയ യാഗപീഠം പണിതതിന് ശേഷം കുഞ്ഞിനെ കൈകാല് കെട്ടി യാഗത്തിന്മേൽ യാഗവസ്തുവായി കിടത്തുവാനിടയായി. എന്നിട്ട് ദൈവം പറഞ്ഞ വാഗ്ദത്തം, കർത്താവ് പറഞ്ഞത് എന്ത് തന്നെയായാലും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ആ ദൈവം പറയുന്ന വാക്ക് മറികടക്കുവാൻ കഴിയത്തില്ല. ഇത്രത്തോളം ആ അബ്രഹാമിനെ കാത്ത ദൈവമാണ്. ആകയാൽ ആ ഇസഹാക്കിനെ തന്നെ ദൈവത്തിന് യാഗം കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം ഹല്ലേലൂയ കത്തി ഉയർത്തി ഇസഹാക്കിനെ വെട്ടുവാൻ പോയപ്പോൾ ഹല്ലേലൂയ മുകളിൽ നിന്നൊരു ശബ്ദം, ബാലിൻ്റെ മേൽ കൈവയ്ക്കരുത്. ഹല്ലേലൂയ, ആമേൻ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ പുറകിൽ ഒരു ആട്ടിൻകുട്ടി കൊമ്പ് കുരുങ്ങി കിടക്കുന്നതൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. അതിനെ എടുത്ത് നീ യാഗം കഴിക്കുക
എന്ന് പറഞ്ഞു. അങ്ങനെ അബ്രഹാം സന്തോഷത്തോടു കൂടി അതിനെ ആ ആട്ടിൻകുട്ടിയെ എടുത്ത് യാഗം കഴിച്ചിട്ട് ആമേൻ പൈതലുമായി മടങ്ങി വരുന്നു. കർത്താവിൻ്റെ നാമത്തിൽ അബ്രഹാം പൈതലോട് പറഞ്ഞു, മകനെ യഹോവയുടെ ദൈവം കരുതിക്കൊള്ളുമെന്ന്. ഹാലലുയ, ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹാലലുയ, നിങ്ങളുടെ ഏത് വിഷയമായാലും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഹാലലുയ, ഈ അബ്രഹാമിനെ അനുഗ്രഹിച്ച് ദൈവം കരുതിയതുപോലെ അതുപോലെ ഇയ്യോബിന് വേണ്ടി ദൈവം കരുതി. ഇയ്യോബിൻ്റെ ശരീരത്തിൽ മുഴുവൻ പരിക്കളായിട്ട് ഹല്ലേലൂയ ആമേൻ ഓട്ട് കഷ്ണം എടുത്തുകൊണ്ട് ശരീരത്തെ പരുക്കൾ ഇങ്ങനെ ചൊറിഞ്ഞ് രക്തവും പഴുപ്പുമായിട്ട് ഒഴുകി പുഴു വരുന്ന അവസ്ഥയിൽ ഇരിക്കുമ്പോൾ തൻ്റെ ഭാര്യ തന്നെ പറഞ്ഞു, ഹാലലുയ, നീ എന്തിനിങ്ങനെ ഇരിക്കും? നീ ഹാലലുയ, നിനക്ക് ഈ ദൈവത്തെ തള്ളിപ്പോൾ നിനക്ക് മരിച്ചുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞു, എനിക്ക് ദൈവത്തെ നന്മ പ്രാപിക്കുമ്പോൾ തിന്മ പ്രാപിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളെന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്ത ഇയ്യോബിനെ ദൈവം നഷ്ടപ്പെട്ടതെല്ലാം മടക്കി കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. നഷ്ടപ്പെട്ട തലമുറകൾ, ആടുമാടുകൾ, സമ്പത്തുകൾ, സകലതും, ആരോഗ്യം ദൈവം മടക്കി കൊടുത്ത്. ഹാലലുയ, പ്രിയ സഹോദരങ്ങളെ, നമ്മൾക്കൊരു കഷ്ടമുണ്ടെങ്കിൽ ഹാലലുയ, അതിൻ്റെ പിന്നെ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയുണ്ട്. ഒന്നുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട. ഈ പകൽക്കാലം നമുക്ക് ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മെ നടത്തട്ടെ. വാഗ്ദത്തം തന്ന ദൈവം വിശ്വസനെ എണ്ണിക്കൊണ്ട് മുന്നേറാം. ആമേൻ. ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, വചനം കേട്ട ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ സാന്നിധ്യം കർത്താവെ, അങ്ങ് പോകുവാൻ പറഞ്ഞപ്പോൾ പോയ അബ്രഹാമിനെ പോലെ ഇന്ന് ദൈവശബ്ദം കേൾക്കുന്നവർ ദൈവത്തിൻ്റെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ, ആമേൻ, ദൈവം അവരോട് സംസാരിക്കുന്നവർക്ക് ചെയ്യുവാൻ തക്കവണ്ണം ഹാലലുയ, ആ ശബ്ദം കേട്ട് പുറപ്പെടുവാൻ കർത്താവ് തൻ്റെ മക്കളെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പകൽക്കാലം കർത്താവെ ഹാലിന് സകലരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ്, കുഞ്ഞുങ്ങൾക്കായി സ്തോത്ര, മാതാപിതാക്കൾക്കായി സ്തോത്ര, രോഗികളായി ഭാരപ്പെടുന്ന ഓരോരുത്തരും കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ അടിപ്പിനുള്ള സൗഖ്യം വ്യാപരിക്കട്ടെ. ശൂന്യതകൾ പണിയപ്പെടട്ടെ. സകല രോഗത്തെ കർത്താവിൻ്റെ രക്തത്താൽ അടിപ്പിനുള്ള സൗഖ്യം വ്യാപരിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. മഹത്വത്തിൻ്റെ കരം കൂടെ അനുഗ്രഹിച്ചു മാനി. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിക്കായി സ്തോത്രം. ദൈവവിളി കേട്ട് മുന്നേറുവാൻ ഈ പകൽക്കാരൻ തന്നെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. വീണ്ടും നമുക്ക് നാളെ ദിവസത്തിൽ കാണുന്നവരെ കർത്താവിൻ്റെ ചിറകിൻ മറ നമ്മെ തന്നെ സമർപ്പിക്കാം. മാറാനാഥ. ആമേൻ.